ഫ്രഷ് കട്ട് സംഘർഷത്തിന് ശേഷം പ്രദേശത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്തുന്നില്ല. കൂടത്തായി ഇരൂട് സെന്റ് ജോസഫ് LP സ്കൂളിലാണ് വിദ്യാർത്ഥികൾ എത്താത്തത്. സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് ഭയമാണെന്നാണ് രക്ഷിതാക്കളും അധ്യാപകരും പറയുന്നത്. 60ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ സമരത്തിന് ശേഷം 5 or 6 കുട്ടികൾ മാത്രമാണ് എത്തുന്നത്. സ്കൂളിന്റെ ഏകദേശം ഡയറക്റ്റ് വ്യൂ നോക്കിയാൽ 1 കിലോമീറ്റർ താഴെയാണ് ഫ്രഷ് കട്ടിന്റെ മാലിന്യ കേന്ദ്രം ഉള്ളത്. മിക്കവാറും സമയങ്ങളിൽ സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പോൾ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്താണെങ്കിലും അല്ലാത്ത സമയം ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുന്ന പഠനം നടക്കുന്ന സമയത്ത് പോലും ഒരു ദുർഗന്ധം വരാറുണ്ട്. കുട്ടികളുടെ ഭീതിയാണ്, പേടിയാണ്. എന്ന് വെച്ചാൽ അങ്ങാടിയിൽ നിന്ന് വരാനുള്ള ധൈര്യമല്ല. വരുന്ന സമയത്ത് പോലീസ് ഞങ്ങളെ കാണുന്നു, ഞങ്ങളോട് ചോദിക്കുന്നു, ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കണം ഇയാൾ ആരാണ്, നിങ്ങൾക്ക് അറിയോ. മാത്രമല്ല വീട്ടിൽ യഥാർത്ഥത്തിൽ ഇന്നില്ല, ഒരു രക്ഷിതാവ് ഇല്ലാത്തൊരവസ്ഥ ഈ പ്രദേശത്തുണ്ട്. ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ നിലവിൽ ഇവിടെ നിലനിൽക്കുന്നു. ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, പ്രദേശവാസികളുടെ പ്രശ്നം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. കുട്ടികൾ ആ ഒരു സമരത്തിന് ശേഷം പിന്നീട് സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. എന്താണ് പറയുന്നത് അവർ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസ് രാപ്പകൽ കരിമ്പാലക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന FIRലെ പ്രതികളെ അന്വേഷിച്ച് എത്തുന്ന സാഹചര്യമുണ്ട്. രാത്രികാലങ്ങളിലടക്കം പോലീസ് വീടുകൾ കയറി ഇറങ്ങുകയാണ്. ആ ഘട്ടത്തിൽ പലരും അവിടെ നിന്ന് ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. അതിന് പിന്നാലെയാണ് ആളുകൾ ഒളിവിലേക്കൊക്കെ പോകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഇരൂട് സ്കൂളിലെ സംഭവം എന്ന് പറയുന്നത് ഏതാണ്ട് 60 കുട്ടികളാണ് KG LP വിഭാഗത്തിലായി അവിടെ പഠിക്കുന്നത്. പക്ഷേ ആ കുട്ടികളിൽ പലർക്കും അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. അതിൽ തന്നെ പല കുട്ടികൾക്കും ഭീതിയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അധ്യാപകർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് അധ്യാപകർ പറയുന്നു. ഒപ്പം തന്നെ ഈ അധ്യാപകർക്കൊപ്പം വരുന്ന 5ഓളം കുട്ടികൾ മാത്രമാണ് നിലവിൽ സ്കൂളിലേക്ക് എത്തുന്നത്. അവർ മാത്രമാണ് നിലവിൽ സ്കൂളിലുള്ളത്. ഇന്നും സമാനമായ അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഈ കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ സംഘർഷവുമായി ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചത്, കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും കുട്ടികളെ തിരികെ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള ഒരു ഇടപെടൽ എങ്ങനെയുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു നാട് ഒരു സമരമുഖത്തേക്ക് ചെല്ലുകയും ആ സമരമുഖത്ത് എത്തി അവിടെ തിക്താനുഭവം ഉണ്ടായതിന്റെ ഭാഗമായി കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിലേക്ക് വരാൻ ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു അവസ്ഥ കൂടി ഈ കരിമ്പാലംകുന്ന് ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.